ഇന്ന് ഞാൻ ആദ്യം പഠിച്ചത് മാത്സ് ആണ്. അതിൽ റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ ആണ് നോക്കിയത്. ജെറിൻ സാറിൻ്റെ ഒരു റിവിഷൻ ക്ലാസ് ആയിരുന്നു കൂടിയത്. അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു. അപ്പോൾ ഒരു 2-3 hours അത് നോക്കി. ഞാൻ യൂഷ്വലി ഈ ക്ലാസ് എങ്ങനെയാണ് കൂടാറെന്ന് വെച്ചാൽ, ഇപ്പം നമുക്ക് അത്യാവശ്യം ഒരു ബേസിക് ഐഡിയ ഒക്കെ ഉള്ളൊരു ടോപ്പിക് ആണെങ്കിൽ, ഇപ്പോൾ സാർ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ ഞാൻ പിന്നെ ആ വീഡിയോ പോസ് ചെയ്യും. എന്നിട്ട് നമ്മളെക്കൊണ്ടത് നമ്മുടെ ലോജിക്കിന് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കും. അപ്പം എല്ലായ്പ്പോഴും ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പം നമുക്കൊരു ഐഡിയയും കിട്ടുന്നില്ലാത്ത ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഞാൻ സൊല്യൂഷൻ നോക്കും. അതർവൈസ് എനിക്കൊരു ബേസിക് ഐഡിയ ഉള്ളൊരു ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ ഞാൻ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ സൊല്യൂഷൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കും. അപ്പോൾ ഒരു ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ആൻസർ ചിലപ്പോൾ ശരിയായിരിക്കും, പക്ഷേ നമ്മൾ ചിലപ്പോൾ ഒരു കൺവെൻഷണൽ വേയിലൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം ചെയ്യാനായിട്ട് നമുക്ക് മൾട്ടിപ്പിൾ മെത്തേഡ്സ് യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ ചിലപ്പം സാറ് പറയുന്നത് കുറച്ചും കൂടെ സിമ്പിളായിട്ടുള്ള മെത്തേഡായിരിക്കും, ലെസ് ടൈം കൺസ്യൂമിങ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എക്സാമിന് ടൈം കൺസ്ട്രെയിൻറ്റും കൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണല്ലോ. അത് കഴിഞ്ഞിട്ട് ഞാൻ മലയാളത്തിലെ സിലബസിലെ 2ാമത്തെ ടോപ്പിക്കായിട്ടുള്ള വാക്യശുദ്ധിയാണ് നോക്കിയത്. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ IT-ക്ക് യൂട്യൂബിൽ നിന്നൊരു ക്ലാസ് കൂടുക ചെയ്തു. IT നമുക്കറിയാം, ഡിഗ്രി ലെവൽ എക്സാമിന് 5ഓളം മാർക്കുള്ളതാണ്. പഠിക്കുവാണെങ്കിൽ വളരെ റിവാർഡിങ് ആയിട്ടുള്ള ഏരിയയാണ്. എനിക്കിനി GK പോർഷൻസിൽ അത്യാവശ്യം പെൻഡിങ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് IT. അത് കഴിഞ്ഞിട്ട് ഞാൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ പൊളിറ്റിയാണ് പഠിച്ചത്. അത് ഞാനൊരു ഓഡിയോ ബുക്ക് പോലെ കേൾക്കുകയാണ് ചെയ്തത്. ബേസിക്കലി ഞാൻ സ്റ്റാൻഡേർഡ് ബുക്കിൽ നിന്നാണ് പഠിച്ചത്. ഞാൻ യൂഷ്വലി പൊളിറ്റി പഠിക്കാൻ സ്റ്റാൻഡേർഡ് ബുക്സ് ആണ് യൂസ് ചെയ്യാറ്. മീ ബീങ് ആൻ അഡ്വക്കേറ്റ്, എനിക്ക് കമ്പാരിറ്റീവ്ലി അത്യാവശ്യം നല്ല കമാൻഡ് ഉള്ളൊരു സബ്ജക്റ്റാണ് കോൺസ്റ്റിറ്റ്യൂഷൻ. പക്ഷേ നമുക്ക് എത്ര അറിയാവുന്ന സബ്ജക്റ്റ് ആണെങ്കിലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്തില്ലെങ്കിൽ നമ്മൾ മറന്നു പോകും. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.